ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ദർശന അരുൺ. ഇത് എൻ്റെ ഭർത്താവ് അരുൺ ജി രമേശ്. ഇത് ഞങ്ങളുടെ മകൻ ദക്ഷിത്ത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 5/1/2024 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം മുതൽ ഒരു കുഞ്ഞിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. 1 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞാകാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുകയും അവിടെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഇതുപോലെ പ്രഗ്നൻസി ആകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുകയും അത് കഴിഞ്ഞ് ടെസ്റ്റുകളിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലിനിയും ട്യൂബ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇനി അതുകൊണ്ടാണോ പ്രഗ്നൻസി ആകാത്തത് എന്ന് പറഞ്ഞ് ട്യൂബ് ചെക്ക് ചെയ്തു. അപ്പോൾ ട്യൂബിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു AMH കുറവാണ്, ഏജ് കൂടുന്നതിനനുസരിച്ച് AMHൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും, അപ്പം നമുക്ക് എത്രയും വേഗം പ്രഗ്നൻസി ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ഒരു 5-6 തവണ പോയ സമയത്ത് ഇതുപോലെ ഈ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്ന അവിടെ വെച്ചാണ്. അവിടെ വെച്ചൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഇതുപോലെ കൃപാസനം ഒരു പള്ളിയുണ്ട്, അവിടെ പോയി മോളൊന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് അങ്ങനെ പിന്നെ വേറെ 1-2 പേര് ഇതുപോലെ പത്രങ്ങൾ ഞങ്ങൾക്ക് തന്നായിരുന്നു. അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മ മാതാവിനോട് വെച്ച നിയോഗത്തിൽ ആദ്യത്തേത് ഞങ്ങൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നായിരുന്നു. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് ദിവസവും രാവിലെയും വൈകിട്ടും അമ്മയുടെ പ്രാർത്ഥനകൾ ചൊല്ലി തൈലവും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ദിവസവും പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം, ആരോഗ്യവും ബുദ്ധിയും ആയുസ്സുമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനിയും സമയം കളയാനില്ല, അതുകൊണ്ട് നമുക്ക് IUI ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 6 IUI ചെയ്തു. 6 IUI ചെയ്തിട്ടും ഫെയിലായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ സമയം കളയാനില്ല, നമുക്ക് IVF നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ IVF നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചോദിച്ചപ്പം വീട്ടുകാരും പറഞ്ഞു ഇപ്പോഴേ IVF ഒന്നും ചെയ്യണ്ട, എന്തായാലും ഞങ്ങളും തീരുമാനിച്ചു ഇനിയും ദൈവം തരുമ്പോൾ തരട്ടെ, എന്തായാലും ദൈവത്തിനെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കാം, ദൈവം എന്തായാലും ഒരിക്കൽ പ്രാർത്ഥന കേൾക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ IVF ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ആ മാസം ഞങ്ങളിത് പറഞ്ഞു, ഞാൻ മനസ്സിൽ പറഞ്ഞു ഇപ്പം എന്തായാലും IVF ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞ് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നപ്പം ആ മാസം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ഞാൻ പ്രഗ്നൻ്റായി. അതായത് സെപ്റ്റംബർ 16-ാം തീയതി ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇതുപോലെ പറഞ്ഞത്, നീ കാർഡ് വാങ്ങിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നിനക്ക് ഈ മാസം പീരീഡ്സ് ആയില്ലല്ലോ, നീ എന്തായാലും ഒന്ന് കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാനെന്ന്. ഞാൻ അപ്പോഴും മനസ്സിൽ വിചാരിച്ചു ഇവളെന്തിനാ ഇങ്ങനെ പറയുന്നത്, എപ്പോഴും നോക്കുന്നതല്ലേ, പിന്നെ എന്തിനാ വേണ്ടാന്ന് വെച്ചു. പക്ഷേ എന്തായാലും അവളുടെ നിർബന്ധത്തിന് കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതുപോലെ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞത്. സത്യത്തിൽ ആദ്യമേ ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത് സത്യമാണെന്നൊന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. പിന്നെ പ്രഗ്നൻസിയിലും ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവിനെയും തിരുക്കുമാരനെയും പ്രാർത്ഥിച്ചു തൈലം തേക്കുന്നുണ്ടായിരുന്നു, എൻ്റെ വയറ്റത്ത് ഞാൻ പുരട്ടുന്നുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പം ഹസ്ബൻഡ് കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളങ്ങനെ അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹത്താൽ മെയ് 6, 2026 ഞങ്ങൾക്കൊരു മോൻ ജനിച്ചു. അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഒരു കാര്യമായിരുന്നു പ്രാർത്ഥിക്കുന്നത്, ഉണ്ണിയേശുവിനെ പോലൊരു കുഞ്ഞിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉണ്ണിയേശുവിനെ പോലെ തന്നെ ഒരു മോനെ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും അമ്മയോടും തിരുക്കുമാരനോടും ഈ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. ഞങ്ങൾ എന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 139 സങ്കീർത്തനം 13 തിരുവചനം. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ദർശന അരുൺ എന്ന ഈ ദമ്പതികളുടെ
ഒരു വലിയ സാക്ഷ്യമാണ് ഇവിടെ അവർ പങ്കുവച്ചത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വളരെ മനോവേദനയോടുകൂടി ഒന്നാണ് അവരിവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതു മുതൽ അവർ വളരെ കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ അവരുടെ വയറ്റിലും നെറ്റിയിലും പൂശിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ കൺസീവ് ആവാതിരുന്ന ഒരവസ്ഥയിൽ ദർശനയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ദൈവം വളരെ പെട്ടെന്ന് കേട്ടത് എന്നിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞത് അവർക്ക് കുഞ്ഞില്ല എന്നുള്ള അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ ആ ഒരു പ്രാർത്ഥന വളരെ പെട്ടെന്നായിരുന്നു. ദർശനയുടെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു, ഞങ്ങൾക്ക് കുഞ്ഞിനെ എപ്പോഴാണ് അങ്ങേക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരിക. അത് ഈശോയുടെ വലിയ പ്രാർത്ഥനയാണ്. ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ്. നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ അത് തന്നെയാണ് ഏറ്റുചൊല്ലുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന മനോഹരമായ പ്രാർത്ഥന ഈശോ നമ്മെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ദർശന ഏറ്റുചൊല്ലിയപ്പോഴാണ് ആ മാസം തന്നെ ദർശന കൺസീവ് ആവുകയും ആ ഒരു സന്തോഷ വാർത്ത വളരെ ദുഃഖത്തോടുകൂടി ഇനി ഞാൻ വീണ്ടും ഒരു കാർഡ് ഇട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ സങ്കടത്തിലേക്ക് പോയി ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള സങ്കടത്തോടു കൂടിയാണ് തുറക്കുന്നതെങ്കിലും അവരെ അതിശയിപ്പിച്ച ഒരു വലിയ പോസിറ്റീവ് റിപ്പോർട്ട് അവർക്ക് ലഭിക്കുകയുണ്ടായി. നമുക്കെപ്പോഴും ഒരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ നമ്മളെ അറിയുന്നവരോ അറിയാത്തവരോ ഒക്കെ നമ്മോട് വന്ന് ഒരു സ്വർഗ്ഗദൂതനെ പോലെ നമുക്കുള്ള ആ സന്തോഷ വാർത്ത, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന മംഗളവാർത്ത പോലെ നമുക്കതെപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ്. എപ്പോഴാണോ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ് ആ വചനം, അമ്മയുടെ ആ വചനമാണ് മാംസമാകുന്നത്. തിരുവചനം മാംസമാകുന്നതാണ് ക്രിസ്മസ്. ഇവരാഗ്രഹിച്ചതുപോലെ തന്നെ ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ നൽകണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഓമനത്വമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. 6 പ്രാവശ്യം IUI ട്രൈ ചെയ്ത് അത് ഫെയിലിയറായി. അതിനുശേഷം അവരോട് IVF ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴെല്ലാം പ്രാർത്ഥനയിൽ അടിയുറച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും അടിയുറച്ചു നിന്നുകൊണ്ട് അവരും ഉടമ്പടിയിൽ വിശ്വസ്തരായതുകൊണ്ടാണ് അവർക്ക് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്. ദർശനയ്ക്കും അരുണിനും അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ഈ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.